2008 സെവ്നിക്ക എന്നത് വളരെ ചെറിയ അതേസമയം വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. സ്ലൊവേനിയയിലുള്ള യൂറോപ്പിലെ തന്നെ വളരെ ലോങ്ങസ്റ്റ് റിവറായ സാവ റിവറിന് അടുത്തായിരുന്നു ഈ ഒരു ഗ്രാമം ഉണ്ടായിരുന്നത്. കയാക്സ് എന്ന ഒരു ചെറിയ ബോട്ട് പോലെ ഒരാൾക്ക് മാത്രം യാത്ര ചെയ്ത് അഡ്വഞ്ചർ ചെയ്യാൻ കഴിയുന്നതിന് ഈ ഒരു നദി വളരെ ഫേമസ് ആയിരുന്നു. എന്നാൽ 2008 ആ ഒരു റിവറിന് നടുവിലായി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പണിയാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു അഡ്വഞ്ചർ ചെയ്യാൻ വരുന്നവർ ആ ഒരു ഡാം വരെ ആ ബോട്ടിൽ വരികയും കരയിലേക്ക് ഒതുങ്ങി ആ ഡാം കഴിഞ്ഞ് നടന്നു വന്ന് പിന്നീട് വീണ്ടും ആ നദിയിലേക്ക് ഇറങ്ങി അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. അതും അല്ല എന്നുണ്ടെങ്കിൽ ഡാമിന് മുൻപ് തന്നെ അവരുടെ ആ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കും. അങ്ങനെ ആ ഡാം 2008 പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ സെവ്നിക്ക ടൗണിന്റെ മേയർ അദ്ദേഹമായിരുന്നു ആ ഒരു ഡാം പണിയാൻ തന്നെ കാരണമായത്. ഈ ഡാം ആയിരുന്നു ആ മുഴുവൻ സിറ്റിക്കും ഇലക്ട്രിസിറ്റി നൽകാൻ പോകുന്നത്. എന്നാൽ അതേസമയം മേയർ ചിന്തിച്ചത് ഈ റിവറിൽ വളരെ സന്തോഷമായി യാത്ര ചെയ്തവർക്ക് ഈ ഒരു ഡാം വരുന്നത് കാരണം എന്തെങ്കിലും ദുഃഖമുണ്ടാകുമോ, അവർക്ക് വിഷമമുണ്ടാകുമോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഈ സാവ റിവറിൽ അവസാനമായി ഒരു ട്രിപ്പ് പോകാം എന്ന് ചിന്തിക്കുന്നു. ആ ഒരു ട്രിപ്പിന് അദ്ദേഹം വെച്ച പേരാണ് ദി ഫൈനൽ ഡിസെന്റ്. അതിനാൽ അദ്ദേഹം തന്നെ ആ ടൗണിലെ ഒരുപാട് പേരോട് സംസാരിച്ച് ആ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മൊത്തം ഈ ഒരു ട്രിപ്പിൽ 27 പേർ ജോയിൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ആ ട്രിപ്പിന് പോയവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരിക്കും, വളരെ ക്രൂരമായിരിക്കും. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഓരോ വീഡിയോസ് ചെയ്യാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വ്യൂസോ ലൈക്സോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ലൈക്കായിരിക്കും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെയും കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മേയർ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചതിന് ശേഷം 3 ആഴ്ചകൾ കഴിഞ്ഞ് 2008 ജൂലൈ മാസം 3-ാം തീയതി മേയർ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഡാമിൽ നിന്നും റിവറിലേക്ക് കുറച്ചു ദൂരം മാറിപ്പോയി കാനോസ് എന്ന ഒരു ചെറിയ ബോട്ടിൽ കയറാൻ തുടങ്ങി. അങ്ങനെ കയറിയ ഉടനെ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നു. പക്ഷേ ആ ട്രിപ്പിലുണ്ടായിരുന്ന ആരും അത് ധരിച്ചില്ല. എന്തുകൊണ്ട് അവർ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല എന്ന കറക്റ്റ് കാരണം അറിയില്ല. ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാകും കുറച്ചു ദൂരമല്ലേ പോകാനുള്ളത്, അതുമാത്രമല്ല റിവർ ഇപ്പോൾ വളരെ ശാന്തമാണ്, അങ്ങനെ വലിയ ഒഴുക്കൊന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം ജാക്കറ്റ് ഇടാത്തത്. ഇപ്പോൾ 28 പേർ ഒരു ബോട്ടിൽ 7 പേർ വെച്ച് 4 ബോട്ടിലായി പോകാൻ തുടങ്ങി. സത്യത്തിൽ മേയർ ആ ഒരു ട്രിപ്പ് കവർ ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫറെയും അറേഞ്ച് ചെയ്തിരുന്നു. അദ്ദേഹവും ഇവരുടെ കൂടെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ബോട്ട് ആ ട്രിപ്പ് തുടങ്ങിയ ഉടനെ ഫോട്ടോഗ്രാഫർ എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. കാലാവസ്ഥയും വളരെ നല്ലതായിരുന്നു. റിവറും വളരെ ശാന്തമായി കിടക്കുകയാണ്. നമ്മൾ ആ ബോട്ടിൽ പോകുന്നത് പോലും അറിയാത്ത രീതിയിൽ അത്ര സ്മൂത്തായി പോവുകയാണ്. എല്ലാം വളരെ നന്നായി പോകുന്നു. പക്ഷെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് ഒരു വളവ് കഴിഞ്ഞതും ആ ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് ആ റിവറിന് നടുവിൽ പണിതുകൊണ്ടിരുന്ന ആ ഡാം വളരെ വ്യക്തമായി കാണാമായിരുന്നു. ശരാശരി ഇവരിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നും 1000 അടി ദൂരത്തിലായിരുന്നു ആ ഡാം ഉണ്ടായിരുന്നത്. ആ ഡാം പണി പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ജോലി അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് 1000 അടി ദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഡാം നന്നായി കാണാം. ആ ഡാമിൽ നിന്ന് വെള്ളം താഴേക്ക് കുതിച്ച് ചാടുമെന്നുള്ളതും ഇവർക്ക് എല്ലാവർക്കും നന്നായി അറിയാം. പോയിക്കൊണ്ടിരുന്ന എല്ലാവർക്കും അവർക്ക് മുൻപിൽ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. മേയറുടെ പദ്ധതി അനുസരിച്ച് ഇവരെല്ലാവരും ആ ഡാമിന്റെ അവസാനം വരെയും പോകും. എന്നാൽ ആ ഡാമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ കരയൊതുങ്ങി സൈഡിലൂടെ പോകാനായിട്ട് ഇവർക്ക് മാത്രം ഒരു വാട്ടർ ബേ ഉണ്ട്. അതുവഴി ഡാം ക്രോസ് ചെയ്ത് പോകാം എന്നുള്ളതാണ് പദ്ധതി. ആ ഡാമിന്റെ കൺസ്ട്രക്ഷൻ ക്രൂ ആണ് മേയറിനോട് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഡാമിന്റെ സൈഡിലെ വഴിയിലൂടെ പോകാം, അവിടെ വെള്ളം താഴേക്ക് കുതിച്ചു ചാടുന്ന രീതിയിലല്ല പണിതിരിക്കുന്നത്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡാം ക്രോസ് ചെയ്ത് പോകാം, അതാണ് സേഫ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നവർക്ക് 1000 അടി മാറി നിന്ന് നോക്കിയപ്പോൾ പോലും ഈ കൺസ്ട്രക്ഷൻ ക്രൂ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു വാട്ടർ ബേ സൈഡിലൂടെ പോകുന്നതൊന്നും കാണാൻ സാധിച്ചില്ല. ആ ഡാം ക്രോസ് ചെയ്ത് പോകാൻ പ്രത്യേകിച്ച് വഴികളൊന്നും ആ ഡാമിന് സൈഡിലായിട്ട് ഒരുക്കിയിട്ടില്ല. ഇപ്പൊ ഇവർക്കുള്ളൊരു ഓപ്ഷൻ ആ ഡാമിന് അടുത്തേക്ക് ചെന്നിട്ട് കരയൊതുങ്ങണം, എന്നിട്ട് അവിടെ നിന്ന് നടന്ന് ഡാം ക്രോസ് ചെയ്ത് പോയി വീണ്ടും ആ നദിയിലേക്ക് ഇറങ്ങണം. അതുമല്ല എന്നുണ്ടെങ്കിൽ ആ ഡാമിലേക്ക് നേരെ പോണം. നേരെ എന്ന് പറയുമ്പോൾ വെള്ളം താഴേക്ക് ചാടുന്ന ആ ഒരു സ്ഥലത്തിലൂടെ ബോട്ട് വഴി പോകേണ്ടി വരും. സത്യത്തിൽ ആ ഒരു റിവർ ഇപ്പോൾ വളരെ ശാന്തമാണ്, ശക്തമായ ഒഴുക്കൊന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു പദ്ധതിക്ക് ഇവിടെ ആവശ്യമേ ഇല്ല. അല്പസമയം ചിന്തിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കാം. ഇപ്പൊ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാം
ഇവിടെയുള്ള ശരിയായ ഒരു തീരുമാനം ആ ഒരു ഡാമിനടുത്ത് ചെന്നിട്ട് കരയൊതുങ്ങണം, എന്നിട്ട് അവിടെ നിന്ന് നടന്ന് ആ ഡാം ക്രോസ് ചെയ്തിട്ട് വീണ്ടും ആ നദിയിലേക്ക് ഇറങ്ങി അവരുടെ യാത്ര തുടങ്ങണമെന്ന്. അതുമല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ഈ യാത്ര അവസാനിപ്പിക്കാമെന്ന്. പക്ഷെ മേയറും കൂടെ ഉണ്ടായിരുന്ന ചിലരും പറഞ്ഞത് നമ്മൾ ആ ഡാമിലൂടെ തന്നെ നേരെ പോയാൽ എന്താണെന്ന് ചോദിച്ചു. മേയർ ഉദ്ദേശിച്ചത് തീർച്ചയായും അങ്ങനെ ചെയ്യരുത് എന്ന് എനിക്കറിയാം. കാരണം ആ ഡാം പണിയുന്നവർ ഏത് കാരണം കൊണ്ടും ഡാമിനുള്ളിലേക്ക് നേരെ പോകരുത്, അത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ അപകടമൊന്നും തോന്നുന്നില്ല. സത്യം പറയണമെങ്കിൽ അതത്ര വലിയ ഡാമൊന്നുമല്ല. വളരെ ഹൈറ്റിൽ നിന്നും താഴേക്ക് വെള്ളം വീഴുന്നില്ല. ചെറിയൊരു ഡാം മാത്രമാണ്. 10-15 അടി മുകളിൽ നിന്ന് മാത്രമേ വെള്ളം താഴേക്ക് ചാടുന്നുള്ളൂ. മാത്രമല്ല, നമ്മൾ അങ്ങനെ പോകുമ്പോൾ അതൊരു അഡ്വഞ്ചറായി മാറും. ബോട്ടിൽ ഒരു സ്ലൈഡ് പോകുന്നത് പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ഇപ്പോൾ മേയർ ഇങ്ങനെ ഇത് തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ അല്പസമയത്തിൽ അവിടെ ഉണ്ടായിരുന്ന 4 ബോട്ടിൽ 3 ബോട്ടിൽ ഉണ്ടായിരുന്നവർ മേയർ പറഞ്ഞതുപോലെ തന്നെ പോകാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നവർ ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല, ഇത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ഒരു ബോട്ടിലായിരുന്നു ആ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കരയിൽ കയറി നിൽക്കാം, നിങ്ങൾ പോകുന്നത് ഞങ്ങൾ വീഡിയോ ഫോട്ടോ എടുക്കാം, അതും ഫണ്ണാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡാമിന് 100-200 മീറ്റർ ദൂരത്തിലുള്ളപ്പോൾ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ഉള്ള ആ ഒരു ബോട്ട് മാത്രം കരയിലേക്ക് ഒതുങ്ങുന്നു. അവർ കരയിലേക്ക് വന്ന ഉടനെ ഡാമിനെ നോക്കി നേരെ പോകുന്ന ആ ബോട്ടുകളെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോ പിന്നീട് പബ്ലിക്കിലേക്കും വരുന്നു. അതിൽ ഈ 3 ബോട്ടുകളും വളരെ നേരെ ആ ഡാമിനുള്ളിലേക്ക് പോകുന്നത് ആ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും. ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വല്ലാത്തൊരു ഭയത്തോടു കൂടി എക്സൈറ്റ്മെന്റിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ ഡാമിന്റെ ഗേറ്റിനടുത്തേക്ക് കടക്കുമ്പോൾ ആ ക്യാമറ വ്യൂവിൽ നിന്നും അവരങ്ങനെ മറഞ്ഞു പോകുന്നു. സത്യത്തിൽ ആ ഒരു സ്ഥലത്താണ് ആ വെള്ളം താഴേക്ക് വീഴുന്ന ആ പോർഷൻ ഉള്ളത്. ഉദാഹരണത്തിന് അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നല്ലോ, ഇങ്ങനെയാണ് ആ ഒരു സ്ഥലമുള്ളത്. കാണാൻ വളരെ സാധാരണമായി തോന്നും. അങ്ങനെ ആ ബോട്ട് ആ ക്യാമറ വ്യൂവിൽ നിന്നും മറിഞ്ഞതിന് ശേഷം ആ ബോട്ട് താഴേക്ക് പോയി. അതായത് ആ വെള്ളത്തിൽ നിന്നും, അതായത് ആ കുതിച്ചു ചാടുന്ന വെള്ളത്തിനോടൊപ്പം ആ ബോട്ടും താഴേക്ക് പോകുന്നു. അല്പസമയത്തിൽ ആരോ നിലവിളിക്കുന്ന ഒരു ശബ്ദം മാത്രം കേട്ടു. അത് കഴിഞ്ഞ് യാതൊരു ശബ്ദവും കേട്ടില്ല. ശാന്തമായി. വീഡിയോയും അതോടുകൂടി സ്റ്റോപ്പായി. സത്യത്തിൽ അങ്ങനെ പോയ ആ ഒരു ബോട്ട് വെള്ളം താഴേക്ക് വീഴുന്ന ആ ഒരു സ്ഥലത്ത് സ്ലൈഡായി താഴേക്ക് പോയ ഉടനെ പെട്ടെന്ന് ആ ഒരു ബോട്ട് കമരുന്നു. അതിലുണ്ടായിരുന്ന 7 പേരും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. അങ്ങനെ വീണ അടുത്ത സെക്കൻഡ് തന്നെ ആ വെള്ളത്തിനുള്ളിലേക്ക് അവരെ വളരെ വേഗത്തിൽ വലിച്ചു കൊണ്ടുപോയി. അവിടെ വളരെ ശക്തമായ വെള്ളം വീഴുന്നത് കൊണ്ട് ആ വെള്ളത്തിന്റെ ചുഴി കാരണം അവർ ഉള്ളിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ അതല്ല കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ്. അവർ ബോട്ടിൽ നിന്നും താഴെ വീണല്ലോ. കറക്റ്റ് ആ ഒരു സ്ഥലത്താണ് ഏറ്റവും വലിയ ഓപ്പണിങ്സ് ഉള്ള അണ്ടർ വാട്ടർ ടണൽസ് ഉള്ളത്. ഈ ടണൽസിന്റെ ജോലി എന്തെന്ന് ചോദിച്ചാൽ അതൊരു വാക്യൂം പോലെ പ്രവർത്തിക്കുകയും അവിടെയുള്ള വെള്ളത്തെ വളരെ വേഗത്തിൽ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ പോകുന്ന വെള്ളമാണ് ആ ടണലിനുള്ളിലെ ടർബൈൻസ് കറങ്ങാൻ സഹായിക്കുന്നത്. അതിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആകുന്നത്. ഇങ്ങനെയാണ് ഈ ഡാം വർക്കാകുന്നത്. അതിനുള്ളിലേക്ക് പോകുന്ന വെള്ളം പല കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്താണ് പുറത്തേക്ക് വരുന്നത്. ഈ ഡാമിന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും അതിന്റെ ടർബൈൻസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബോട്ടിലുണ്ടായിരുന്ന 7 പേർ അത്രയും അപകടകരമായ ആ വെള്ളത്തിൽ വീണ അടുത്ത സെക്കൻഡ് തന്നെ ആ ടണലിനുള്ളിലേക്ക് വെള്ളം അവരെ വലിച്ചു കൊണ്ടുപോയി. ആദ്യത്തെ ഒരു ബോട്ട് അങ്ങനെ വീണു. ഇവർക്ക് പുറകിലൂടെ വന്നുകൊണ്ടിരുന്ന ആ 2 ബോട്ടുകൾക്ക് മുൻപിൽ പോയ ബോട്ടിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നും തന്നെ അറിയില്ല. ഇപ്പൊ പുറകിലൂടെ വന്ന ബോട്ടും നേരെ ആ ഡാമിനുള്ളിലേക്ക് പോകുന്നു. രണ്ടാമതായി പോയ ആ ഒരു ബോട്ടും വെള്ളം താഴെ വീഴുന്ന കറക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെ കമരുന്നു. അതിലുണ്ടായിരുന്ന എല്ലാവരെയും അതേ രീതിയിൽ തന്നെ വെള്ളം വലിച്ചു കൊണ്ടുപോകുന്നു. അവരും ആ ടർബൈൻസ് കാരണം അകത്തേക്ക് വലിക്കപ്പെട്ടു. ഇപ്പൊ മൂന്നാമതായി പോയ ആ ഒരു ബോട്ട് താഴെ വീഴുന്ന ആ ഒരു സ്ഥലത്ത് ഭാഗ്യത്തിന് കമരാതെ പുറത്തേക്ക് വന്നു. അവർ ആ ഡാം ക്ലിയർ ചെയ്ത് പുറത്തേക്ക് വന്നതിന് ശേഷം അപ്പോവരെയും ആദ്യം പോയ 2 ബോട്ടിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. പുറത്തേക്ക് വന്നതിന് ശേഷം മുൻപിൽ പോയി ആ 2 ബോട്ടും എവിടെ പോയെന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഡാമിന് വളരെ അടുത്ത് തന്നെ അവർ നിൽപ്പുണ്ടാകും എന്ന് കരുതി തിരിഞ്ഞൊക്കെ നോക്കി. എന്നാൽ അവിടെയും ആരുമില്ലായിരുന്നു. പക്ഷേ അവർ വന്ന ബോട്ടിൽ ഒരു ബോട്ട് മാത്രം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ബോട്ട് തകർന്ന് ആ വെള്ളം വീഴുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ ആ ബോട്ടിലുണ്ടായിരുന്നവർ അവിടെയുള്ള അപകടം മനസ്സിലാക്കാതെ വീണ്ടും ആ വെള്ളം വീഴുന്ന സ്ഥലത്തിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ ആരെങ്കിലും വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. 2 ബോട്ടിലുണ്ടായിരുന്ന 14 പേരും അവരുള്ള സ്ഥലം പോലും അറിയാതെ കാണാതായി. മേയറുമായി ചേർത്ത് 13 പേർ അതിൽ മരിച്ചു. ഒരേ ഒരാൾ മാത്രം
ആ മേയറുടെ ഭാര്യ മാത്രം വളരെ അത്ഭുതകരമായ രീതിയിൽ ആ ടർബൈൻസിന്റെ പുള്ളിങ്ങിൽ അകപ്പെടാതെ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ നീന്തി കരയിലേക്ക് വരുന്നു. അടുത്ത പല ആഴ്ചകൾ പോലീസ് അവിടെ തിരച്ചിൽ നടത്തി ആ കാണാതായവരുടെ ശരീരത്തിനു വേണ്ടി. അതിൽ ഒരാളുടെ ശരീരം 40 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് നിന്നും കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയവരുടെ ശരീരം ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് പോലീസ് പബ്ലിക്കിലേക്ക് പറഞ്ഞില്ല. അപ്പോൾ അത് എത്ര ക്രൂരമായിരുന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ തെറ്റായ തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധത നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നത്ര നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കാര്യം നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യണം. നമ്മുടെ കൈവിട്ട് പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എത്രയോ ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും അഡ്വഞ്ചറിനായി പോയവരും കുളിക്കാൻ ഇറങ്ങിയവർ പോലും ഈ ചുഴിയിലകപ്പെട്ട് നദിയുടെ ഒഴുക്കിലകപ്പെട്ട് അല്ലെങ്കിൽ മുങ്ങി മരിച്ചു. ഇങ്ങനെ പല വാർത്തകൾ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. ഈ പോയവരിൽ 99% പേർക്കും നീന്തൽ അറിയാവുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് പോലും ആ ഒരു ചുഴിയിൽ നിന്നോ ആ ഒരു ഒഴുക്കിന്റെ വേഗതയിൽ നിന്നോ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇന്ന് കണ്ട ഈ ഒരു സംഭവത്തിൽ പോലും ഈ ബോട്ടിൽ കയറി എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഞാനീ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.